ഡൈസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കളേർഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഡൈസ് എന്ന് പറയാറ്. ഓക്കെ, പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് കളേർഡ് ആകുന്നു ആൻഡ് അവരുടെ കളറ് മറ്റൊരു സബ്സ്റ്റൻസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നൽകാനായിട്ട് സാധിക്കുന്നു. അവയെ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ കെമിക്കലി ഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈസ് ആകാനായിട്ട് അല്ലെങ്കിൽ കളറും ഇതിനുമൊക്കെ പറഞ്ഞാൽ കുറച്ച് തിയറീസ് ഉണ്ട്. അതാണ് നമ്മൾ ഇതിൽ ആദ്യം പഠിക്കുന്നത്. ദെൻ പിന്നെ പഠിക്കുന്നത് ഡൈസ് എന്താണെന്നും ഡൈസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് എന്താണ് കുറച്ച് ഡൈസിൻ്റെ സിന്തറ്റിക് ഡൈസിൻ്റെ സിന്തസിസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഈ മൊഡ്യൂളിലുള്ളത്. സോ ഡൈസിൻ്റെ തിയറീസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. തിയറി ഓഫ് കളർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് തിയറിയാണ് വിറ്റ്സ് ക്രോമോഫോർ ഓക്സോക്രോം തിയറി. ക്രോമോഫോറും ഓക്സോക്രോമും ഒക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്, ഒന്നുകൂടി ഇതിൽ പറയുന്നു. ക്രോമോഫോർ ഓക്സോക്രോം തിയറി പറയുന്നത് എന്താണ്, പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതാണ്. എന്താണ് ഫസ്റ്റ്, ദ കളർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ് വിത്ത് മൾട്ടിപ്പിൾ ബോണ്ട്. മൾട്ടിപ്പിൾ ബോണ്ടുകളുള്ള ചില ഗ്രൂപ്പുകൾ കാരണമാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കെല്ലാം കളർ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോമോഫോർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്രോമ മീൻ കളർ പ്ലസ് ഫോറിൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ടു ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കളർ ഉണ്ട് അതിന്. ഓക്കെ, അപ്പം ചില ഇമ്പോർട്ടൻറ്റ് ക്രോമോഫോഴ്സിൻ്റെ എക്സാമ്പിളാണ്, ഉറപ്പായിട്ടും എക്സാമ്പിൾ പഠിക്കണം. എക്സാമിന് എഴുതുമ്പോൾ എക്സാമ്പിളും കൂടി ചേർത്ത് എഴുതാവുള്ളൂ. പാരാക്വിനോയിഡ്, നൈട്രോ ഗ്രൂപ്പ്, നൈട്രസോ ഗ്രൂപ്പ്, അസോ ഗ്രൂപ്പ്, എല്ലാം കാർബണൈൽ ഗ്രൂപ്പ്, മൾട്ടിപ്പിൾ ബോണ്ടുള്ള ഗ്രൂപ്പുകൾ എന്താണ്, ക്രോമോഫോഴ്സ് ആണ്. ആൻഡ് ക്രോമോഫറിക് ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ക്രോമോജൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആണ് ഈ തിയറിയുടെ സെക്കൻഡ് ഇതാണ് എന്തെന്ന് പറയുന്നത്, എത്ര നമ്പർ ഓഫ് ക്രോമോജനിൽ, ക്രോമോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രോമോഫോർ ഉള്ള കോമ്പൗണ്ട്, എത്ര ക്രോമോജനിൽ എത്ര കൂടുതൽ ക്രോമോഫോർസ് ഉണ്ടോ അത്രയും കളറിന് എന്തായിരിക്കും, ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, greater the number of chromophores in a chromogen, greater is the intensity of the color in the chromogen. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഈ എഥിലീന്, ബ്യൂട്ടാഡൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടുകൾ എന്താണ്, കളർലെസ് ആണ്. അവർക്ക് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, പക്ഷെ അവർ കളർലെസ് ആണ്. പക്ഷെ പോളീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രോമോഫോർ കൂടുകയാണ് അതിൽ. ഓക്കെ, ക്രോമോഫോറിക് ഗ്രൂപ്പ് കൂടുകയാണ്. അവർക്കെല്ലാം എന്താണ്, യെല്ലോയും റെഡ് കളറുമാണ് എന്നാണ്. അപ്പം എന്താണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്, ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ക്രോമോഫോർസ്, ഗ്രേറ്റർ ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ കളർ. ഓക്കെ, കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഓക്സോക്രോംസിൻ്റെ ഒരിതാണ് സർട്ടൻ ഗ്രൂപ്പ്സ് എന്ത് ചെയ്യത്തില്ല, താൻ സ്വന്തമായി കളർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പക്ഷെ ക്രോമോഫോറിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ, ക്രോമോഫോറിൻ്റെ കൂടെ ആ ഗ്രൂപ്പും കൂടി ഉണ്ടെങ്കിൽ എന്താവും, ഈ ക്രോമോഫോറിൻ്റെ കളർ എന്ത് ചെയ്യും, ഇൻറ്റൻസിഫൈ ചെയ്യും, ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും. ഓക്കെ, ആ കളർ അസിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, തനിക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ക്രോമോഫോറിൻ്റെ കൂടെ അത് നിപ്പുണ്ടെങ്കിൽ ക്രോമോഫോറിൻ്റെ കളർ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓക്സോക്രോംസ് എന്ന് പറയുന്നത്. ആൻഡ് ഓക്സോക്രോംസ് അസിഡിക് ആകാം, ബേസിക് ആകാം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് രണ്ടെണ്ണം പഠിച്ചു വെക്കുക. അസിഡിക് OH, SO3H, COH ഗ്രൂപ്പ് പോലെ, ബേസിക് NH2, NHR, NR2 പോലുള്ള ഗ്രൂപ്പുകൾ വരാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ ഒരു ഓക്സോക്രോമിൻ്റെ ഒരു എക്സാമ്പിളാണ്. നാഫ്തലീൻ ആയാലും 1-നാഫ്തോൾ ആയാലും എന്താണ്, കളർലെസ് ആണ്. പക്ഷേ 2,4-ഡൈനൈട്രോനാഫ്തലീൻ ഈസ് പെയിൽ യെല്ലോ ബട്ട് നോട്ട് എ ഡൈ, വൈൽ 2,4-ഡൈനൈട്രോ 1-നാഫ്തോൾ ഈസ് ആൻ ഓറഞ്ച് റെഡ് കളേർഡ് ഡൈ. ഇത് നോക്കി, നാഫ്തലീൻ കളർലെസ് ആണ്, പക്ഷെ 2,4-ഡൈനൈട്രോനാഫ്തലീൻ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ കളറാണ്, പക്ഷെ ഇതൊരു ഡൈ അല്ല, ഇത് ഡൈ അല്ല. ഓക്കെ,
ഇപ്പോൾ 1 നാഫ്തോൾ എന്ന് പറയുന്ന കളർലെസ് ആണ്. പക്ഷേ ക്രോമോഫോർ NO2 പോലത്തെ ക്രോമോഫോഴ്സ് വന്നപ്പോൾ നോക്കിയേ 2,4 ഡൈനൈട്രോ 1 നാഫ്തോൾ എന്ന് പറയുന്നത് ഓറഞ്ച് റെഡ് ഡൈ ആണ്. ഓക്കെ, അതാണ് ക്രോമോഫോറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ക്രോമോഫോറോ ഓക്സോക്രോം. ഇറ്റ് ഈസ് എവിഡൻറ്റ് താഴെ എൻ്റെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് NO2 ഗ്രൂപ്പ് ഇൻ നാഫ്തലീൻ ഇമ്പാർട്ട്സ് കളർ ടു 2,4 ഇതിൽ എന്ത് ചെയ്യുന്നു, കളർ ഇമ്പാർട്ട് ചെയ്യുന്നു. NO2 ഒരു ക്രോമോഫോർ ആണ്. അപ്പോൾ OH ഗ്രൂപ്പ് ഇറ്റ് സെൽഫ് അപ്പോൾ നോക്കി ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, പക്ഷെ അപ്പോൾ അതിനെന്തില്ല, കളറില്ല കോമ്പൗണ്ടിന്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഓക്സോക്രോമാണ്, ഓക്സോ. ഓക്കെ, പക്ഷെ അതിൽ ക്രോമോഫോഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി, ഇതിന് കളർ വന്നു, ഓറഞ്ച് റെഡ് കളർ വന്നു അല്ലേ. അതാണ് ഓക്സോക്രോംസിൻ്റെ എന്തെന്ന് പറയുന്നത്, ഒരു കഴിവെന്ന് പറയുന്നത്. ഓക്കെ, സ്വന്തമായി കളറില്ല, പക്ഷെ അവർ എന്ത് ചെയ്യുന്നു, കളറ് എന്താണ് കൂട്ടാൻ, ക്രോമോഫോറിൻ്റെ കളറിന് ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ സമ്മപ്പ് ചെയ്ത് പറയുവാണെങ്കിൽ അക്കോർഡിംഗ് ടു വിറ്റ് തിയറി കളർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആർ എക്സ്പ്ലെയിൻ ഡ്യൂ ടു പ്രസൻസ് ഓഫ് 2 types of groups, chromophores and oxochromes in the molecule. Greater the number of chromophores, preferably in conjugation, deeper will be its color. ഓക്കെ, അടുത്താണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് ആൻഡ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്സ്. ഓക്കെ, ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സോർപ്ഷൻ ബാൻഡ് ലോവർ ടു ഹയർ വേവ് ലെങ്ത് റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, എന്ന് പറഞ്ഞാൽ വയലറ്റ് ടു റെഡ് എന്ന് പറയുന്ന രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ ബാത്തോക്രോമിക് എഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പുകളെയാണ് ബാത്തോക്രോമിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then ഷിഫ്റ്റിംഗ് ഓഫ് അബ്സോർപ്ഷൻ ബാൻഡ് ഫ്രം ഹയർ ടു ലോവർ എന്ന് പറഞ്ഞാൽ റെഡ് ടു വയലറ്റ് എന്ന രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ അവരെ ബ്ലൂ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹിപ്സോക്രോമിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പുകളാണ് ഹിപ്സോക്രോമിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് റെസണൻസ് തിയറി. അത് റീസെൻ്റ് ആയിട്ട് വന്ന തിയറിയാണ് ഈ റെസണൻസ് തിയറി എന്ന് പറയുന്നത്. കളർ ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് റെസണൻസ് വഴി, ഹൈഡ്രജൻ ബോണ്ടിങ് വഴി, ഇൻജക്റ്റീവ് എഫക്റ്റ് വഴി, സ്റ്റെറിക് ഹിൻഡ്രൻസ് വഴിയെല്ലാം എന്ത് ചെയ്യാൻ സാധിക്കും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പാരാനൈട്രോഫിനോളേറ്റ് അയോൺ എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ അതിൻ്റെ റെസണൻസ് സ്ട്രക്ചർ, ഇതാണ് പാരാനൈട്രോഫിനോളേറ്റ് അയോൺ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ക്യുനിനോയിഡ് സ്ട്രക്ചറായിട്ട് മാറുകയാണ്. സോ ക്യുനിനോയിഡ് സ്ട്രക്ചർ എന്താണ്, നമ്മൾ പഠിച്ചതാണ്, എന്താണ്, ഒരു ക്രോമോഫോർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്യുനിനോയിഡ് സ്ട്രക്ചർ ഉണ്ടാവുന്നത് മൂലം നമുക്ക് സ്ട്രോങ് യെല്ലോ സൊല്യൂഷൻ ആയിരിക്കും നമുക്കിതിന് കിട്ടുന്നത്. സോ അത് നമുക്ക് റെസണൻസ് ഉണ്ടാവുന്നത് കൊണ്ട്, റെസണൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ബോണ്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നത്, ഈ ക്യുനിനോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, റെസണൻസ് തിയറി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്റ്റൽ വയലറ്റിൻ്റെയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അത്രയും വലിയ സ്ട്രക്ചറൊന്നും പഠിക്കാൻ പറ്റത്തില്ല. റെസണൻസ് തിയറിക്ക് ഒരു എക്സാമ്പിൾ പാരാനൈട്രോഫിനോളേറ്റ് അയോൺ ഒന്ന് പഠിച്ചു വെച്ച്. പിന്നെ വാലൻസ് ബോണ്ട് തിയറി, വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, മോളിക്യൂളിനകത്ത് ഇലക്ട്രോൺ പെയർസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് നമുക്കറിയാമല്ലോ, എപ്പോഴും ഇലക്ട്രോണും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവർ ഫോട്ടോണിനെ, അപ്രോപ്രിയേറ്റ് എനർജി ഉള്ള ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ, ആ വേവ് ലെങ്ത് ഓഫ് അബ്സോർബ്ഡ് ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൗണ്ട് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് മോളിക്യൂൾ. ആ എനർജി ഡിഫറൻസിനെയാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള എനർജിയും എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള എനർജിയും തമ്മിലുള്ള എനർജി ഡിഫറൻസിൻ്റെ മൂലമാണ് നമ്മൾക്ക് വേവ് ലെങ്ത്, അബ്സോർബ്ഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്ര വേവ് ലെങ്തിനുള്ള ലൈറ്റ് ആയിരിക്കും ഇവർ അബ്സോർബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്മോളർ ദ ഡിഫറൻസ്, ലോങ്ങർ ദ വേവ് ലെങ്ത് ഓഫ് അബ്സോർബ്ഡ് ലൈറ്റ്. അതാണ് തിയറി എന്ന് പറയുന്നത്. എത്രത്തോളം ഡിഫറൻസ് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ എത്രത്തോളം എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും അടുത്തായിരിക്കും, അപ്പോഴല്ലേ ഡിഫറൻസ് കുറയത്തോളൂ. അത്രത്തോളം വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇത്രയുമായിരുന്നു നമ്മുടെ തിയറി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ക്രോമോഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഫിനിഷനാണ്. എനി ഐസൊലേറ്റഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് വിച്ച് ഷോസ് അബ്സോർപ്ഷൻ ഇൻ UV ഓർ വിസിബിൾ റീജിയൻ.
ഓക്സോക്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് എ ക്രോമോഫോർ. ഇതാണ് ക്രോമോഫോറിൻ്റെ ഓക്സോക്രോമിൻ്റെ എന്തെന്ന് പറയുന്നത് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡൈസ് എന്താണെന്നും അവരുടെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അതിൻ്റെ സിന്തസിസ്, അതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്.